മഹാശിലായുഗ സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിന് നടപടി തുടങ്ങി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. പയ്യന്നൂരിലെ 3000-ലേറെ വർഷം പഴക്കമുള്ള മഹാശിലായുഗ സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിന് പുരാവസ്തു വകുപ്പിന്റെ സഹായത്തോടെ നടപടികൾ സ്വീകരിക്കുമെന്ന് വി കുഞ്ഞികൃഷ്ണൻ MLA പറഞ്ഞു. ഇരുമ്പുയുഗ സംസ്കൃതിയുടെ ഭാഗമായ ഏച്ചിലാംവയലിലെ തീയത്തിമാളിക, കരിവള്ളൂർ ചെമ്പോട്ടിക്കുന്നിലെ കുടക്കല്ലുകൾ എന്നിവ പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം വില്ലേജിലെ മാലാപ്പ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ മഹാശിലായുഗ കാലത്തെ കൂടക്കല്ലാണ് ഞങ്ങളുടെ പിന്നിൽ കാണുന്നത്. ഏതാണ്ട് 3000 വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ മഹാശിലായുഗ കാലത്തേത് ഏഴിമല മുതൽ കിഴക്ക് എടവരമ്പ് വരെയുള്ള പ്രദേശങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏച്ചിലാംവയലിൽ ഒരു ഗുഹ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പഴയകാല കാര്യങ്ങളെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടന്നു വരുന്നുണ്ട്. കേരളത്തിലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇത് സംരക്ഷിക്കാൻ സന്നദ്ധമാണ് എന്നറിയിച്ചിട്ടുണ്ട്. ഈ വസ്തുവിൻ്റെ ഉടമ നാരായണൻ നമ്പൂതിരിയുമായി സംസാരിച്ചപ്പോൾ ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടി തടസ്സമില്ല എന്നറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സന്നദ്ധമാകും എന്ന നിലയിലാണ് ആർക്കിയോളജി കോഴിക്കോട് റീജിയൺ ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടം സന്ദർശിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുപോലുള്ള പുരാവസ്തുക്കൾ നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഭാവി തലമുറക്ക് ഇതെല്ലാം പകർന്നു കൊടുക്കാനും പഠനത്തിന് വിധേയമാക്കാനും സാധിക്കേണ്ടത് തന്നെയാണ്. ആ നിലയിലുള്ള ഒരിടപെടൽ നടത്തുക എന്ന നിലയിലാണ് ഞങ്ങളിവിടം സന്ദർശിച്ചിട്ടുള്ളത്. ഇടവരമ്പ് മുതൽ ഏഴിമല വരെ പലയിടങ്ങളിലുമുള്ള മഹാശിലായുഗ സ്മാരകങ്ങൾ 3000-ലേറെ വർഷത്തെ ജനജീവിതത്തിന്റെ സാക്ഷ്യങ്ങളാണെന്നും സ്ഥലമുടമകളുടെ ഉത്തരവാദിത്വത്തിലും നാട്ടുകാരുടെ സഹകരണത്തോടെയും ഇവ സംരക്ഷിക്കുമെന്നും MLA പറഞ്ഞു. പുരാവസ്തു വകുപ്പ് കോഴിക്കോട് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഓഫീസർ കൃഷ്ണരാജ്, പയ്യന്നൂർ ഗാന്ധി സ്മൃതി മ്യൂസിയം മേധാവി ഇഗ്നേഷ്യസ്, പ്രാദേശിക ചരിത്രകാരനായ ഡോക്ടർ E ഉണ്ണികൃഷ്ണൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് സന്ദർശിച്ചത്. കരിവള്ളൂർ പെരുകമനയിലെ നാരായണൻ നമ്പൂതിരിയുടെ വീട്ടുപറമ്പിലെ വീണുകിടക്കുന്ന കുടക്കല്ലുകൾ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഉടൻ തുടക്കം കുറിക്കുമെന്ന് കൃഷ്ണരാജു പറഞ്ഞു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുടക്കല്ലുകൾ വ്യാപകമായി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വികസനത്തിൻ്റെ ഭാഗമായിട്ടും അശ്രദ്ധ കൊണ്ടും നമ്മുടെ ഒരു എന്താ പറയുക പുരോഗമനം എന്നും നമ്മൾ പറയുന്ന അതിലേക്കുള്ള നമ്മുടെ സഞ്ചാരത്തിനിടയ്ക്ക് ഇത് ഒരുപാട് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. എന്നാലും ഈ പറമ്പിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്പൂതിരി അദ്ദേഹം ഇത് സംരക്ഷിക്കാൻ തയ്യാറായി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇത് നേരത്തെ തന്നെ ഡോക്യുമെൻ്റ് ചെയ്യുകയുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട MLAയുടെ മുൻകൈയിൽ ഇത് സംരക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് അഭിമാനകരവും സന്തോഷകരവുമായ ഒരു കാര്യമാണെന്ന് ഞാൻ അറിയും. കർഷക സമരങ്ങളുടെ മഹത്തായ പാരമ്പര്യമുള്ള കരിവള്ളൂരിൻ്റെ പ്രാചീന ചരിത്രത്തിലേക്ക് വഴി തുറക്കുന്ന ഈ സ്മാരകം സംരക്ഷിക്കുന്നതിലൂടെ ചരിത്ര കുതുകികൾക്കും
വിദ്യാർത്ഥികൾക്കും ഗതകാലത്തെ തൊട്ടറിയാനാകും. ശാസ്ത്ര പഠന രംഗത്ത് ശ്രദ്ധേയമായ ഏച്ചിലാമ്പയ്യൽ വാനനിരീക്ഷണ കേന്ദ്രത്തിന്റെ താഴെയായി കിടക്കുന്ന മഹാശിലായുഗ ഗുഹകൾ ഉൾഖനനം നടത്തി സജ്ജമാക്കിയാൽ പ്രാദേശിക ചരിത്ര പഠനത്തിന് നല്ല മാതൃകയായി മാറും. ടൂറിസം സാധ്യതകളും പ്രയോജനപ്പെടുത്താനാവുമെന്ന് MLA പറഞ്ഞു. പ്രദേശവാസികളായ K. ഗോവിന്ദൻ, C. ദിവാകരൻ, P. മുരളീധരൻ എന്നിവർ സ്മാരകം നേരിടുന്ന പ്രശ്നങ്ങൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.